ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച എന്താ? മുസ്ലിം പുരുഷൻ എത്ര കെട്ടണം, അതിൽ ഭാര്യയുടെ സമ്മതം വേണോ വേണ്ടയോ എന്നാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വാർത്തകൾ. ഇനി എന്റെ ഒരു ആശങ്ക ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഒരു ഡിവോഴ്സ് കൊണ്ടോ തൊലാഖ് കൊണ്ടോ പിരിയേണ്ട ബന്ധം മാത്രമല്ലേ ഉള്ളൂ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. എന്നിട്ട് പോലും പല കാര്യങ്ങൾക്കും പരസ്പരം സമ്മതം വാങ്ങണമെന്ന കോടതി വിധി ഇറക്കുമ്പോൾ ഇതിനേക്കാളും വലിയ ബന്ധമല്ലേ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അറുത്തു മുറിച്ച് കളയാൻ കഴിയാത്ത ബന്ധം. എന്നിട്ട് പോലും 18 വർഷക്കാലം ആറ്റുനോറ്റ് പോറ്റു വളർത്തിയ മകളുടെ കല്യാണ വിഷയത്തിൽ ഒന്നിടപെടാൻ കഴിയാതെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ടൊരാളുടെ കൈപിടിച്ചുകൊണ്ട് കലിപ്പന്റെ കാന്താരിയായി തന്റെ പ്രിയപ്പെട്ട പുന്നാര പൊന്നുമോള് പടിയിറങ്ങുമ്പോൾ ഒന്ന് നോക്കി നിൽക്കാനല്ലാതെ വിങ്ങിപ്പൊട്ടാനല്ലാതെ മോളെ വേണ്ട എന്ന് തടയാൻ കഴിയാതെ നിൽക്കുന്ന വേദനിക്കുന്ന മാതാപിതാക്കൾ. സത്യം പറഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്കും അധികാരം കൊടുക്കണ്ടേ? 90% മാതാപിതാക്കളും മക്കളുടെ നന്മ മാത്രമല്ലേ ആഗ്രഹിക്കൂ? അവരുടെ ഒരായുസ് കൊണ്ട് അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതെല്ലാം ഈ പൊന്നു മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് എന്തേ അവരുടെ കല്യാണക്കാരും വരുമ്പോ 18 വയസ്സായി പ്രായപൂർത്തിയായി ഇനി അവർക്ക് അവർ വഴിയെന്ന ഈ വിധി അത് ശരിയാണോ? ഈ വിധിയുടെ പേരിലല്ലേ പല കുട്ടികളും ഈ ലോകത്ത് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. എല്ലാ മാതാപിതാക്കളും ശരിയാണെന്ന വാദനിക്കില്ല. എന്നാലും അവിടെ കല്യാണക്കാര്യത്തിൽ നല്ലൊരു അഭിപ്രായം പറയാനും അതിൽ വേണ്ട രൂപത്തിൽ ഇടപെടാനും മാതാപിതാക്കൾ കൂടി അവകാശവും അവസരവും കൊടുക്കണം. അങ്ങനെ വന്നാൽ ഒരുപാട് നല്ല തലമുറകളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്കിതിൽ യോജിക്കാം, വിയോജിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് നിങ്ങൾ അറിയിക്കുക. നമുക്ക് കാണാം എന്താണ് ഈ ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന്.